പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങള് വയനാട് ദുരന്തബാധിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടൊരു വീടിന് വിള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാർത്ത നൽകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ അതിന്റെ ഭാഗമായി കേരളത്തിന്റെ റവന്യൂ മന്ത്രി സഖാവ് രാജൻ മിനിസ്റ്റർ നേരിട്ടെത്തി അത് വിലയിരുത്തുകയും അത് പരിശോധിച്ചു. മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് അദ്ദേഹം നേരിട്ട് പോയി പരിശോധിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു. പല മാധ്യമങ്ങളും ഇളംബരായതും നമ്മളവിടെ കണ്ടു. അവിടെ ആ സമയത്ത് രാജ്യ മിനിസ്റ്റർ സന്ദർശിച്ചതിന് ശേഷം ആ വീട് ലഭിച്ച ദുരന്തബാധിതനായ നൌഫൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തെ തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നമ്മൾ തയ്യാറല്ല. കാരണം അദ്ദേഹം ദുരന്തബാധിതനാണ്, ഒരിക്കലും അദ്ദേഹം തള്ളിപ്പറയുന്നില്ല. പക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ട് ചിരിച്ച കുറച്ച് ശവംദീനികളുണ്ട്. ഈ പറയപ്പെടുന്ന നൌഫലിന്റെ അടക്കം കുടുംബങ്ങളെ ചൂണ്ടിക്കാണിച്ച് കോടാനക്കോടി രൂപ വാങ്ങി അത് പുട്ടടിച്ച ശവംദീനികളായ യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ അപ്പുറം ഇപ്പുറം നിന്ന് നൌഫൽ കേരളത്തിന്റെ രാജ്യ മിനിസ്റ്ററെ പറ്റി പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. കാരണം ഈ മാർക്ക് ചെയ്തവിടെ കറക്റ്റ് ലീഗൽ അവിടെ മാർക്ക് ചെയ്തവിടെ അത് ഈ ഊരാളുകൾ ഉദ്യോഗസ്ഥന്മാരുടെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്ത് ഊരാളുങ്ങളുടെ ഉദ്യോഗസ്ഥരാണ് മാർക്ക് ചെയ്തത്. ഊരാളുങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് അത് കൃത്യമായി മനസ്സിലാക്കി. ആ വീടിന് ചോർച്ചയുണ്ട്, അവിടെ ചെറിയൊരു ബണ്ട് കെട്ടി വെള്ളം നിറച്ചു, അതിന് കിനിവുണ്ട് എന്ന് തോന്നി. ആ സമയത്ത് അത് മാർക്ക് ചെയ്തു. എന്താണ് തെറ്റ്? നൌഫൽ ആ വീട്ടിൽ താമസം തുടങ്ങിയോ? ഇല്ല. നൌഫലിന് ആ വീട് താക്കൂല് കിട്ടിയോ? ഇല്ല. നൌഫലിനോട് ആരെങ്കിലും നാളെ ആ വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. പൂർണ്ണമായി പണി കഴിഞ്ഞതിന് ശേഷം താക്കൂല് കൈമാറുമെന്നാ പറഞ്ഞത്. പക്ഷേ അതിന്റെ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും കഴിയാതെ, ചോർച്ച ഉണ്ടോ വാട്ടർ പ്രൂഫ് അടിക്കാതെ, ചോർച്ചയൊക്കെ പരിശോധിച്ചതിന് ശേഷം വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ അടിച്ച് അത് പൂർണ്ണമായി വാസയോഗ്യമാക്കിയതിന് ശേഷമാണ് അത് താക്കോൽ കൈമാറുക. അതൊന്നും ചെയ്യുന്നതിന്റെ മുൻപ് തന്നെ നൌഫലിനെ പോലുള്ള ആളുകൾ അതിന്റെ ചോർച്ചയെ കുറ്റിങ്ങനെ വാചാലനാകുന്ന സമയത്ത് നൌഫലിന്റെ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് ശവംദീനികളായ യൂത്ത് കോൺഗ്രസുകാർ ചിരിക്കുന്നത് കണ്ടു. നൌഫൽ ആദ്യം ചോദിക്കേണ്ടത് അവരോടായിരുന്നു. നിങ്ങളുടെ അടക്കം കുടുംബത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി, നിങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അർഹതപ്പെട്ട വീട് അവിടെ കിട്ടി. പക്ഷേ നിങ്ങളുടെ കുടുംബങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് കോടാനക്കോടി രൂപ അടിച്ച ശവംദീനികൾ തങ്ങളുടെ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ആ ശവംദീനികളോട് എന്തുകൊണ്ട് നൌഫലിന് ചോദിക്കാൻ കഴിയാതെ പോയി? ഞങ്ങളെ കുടുംബങ്ങളെ കാണിച്ച്, ഞങ്ങളെ മരിച്ചുപോയവരെ കാണിച്ച്, ഞങ്ങളെ വീട് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കാണിച്ച് കോടാനക്കോടി രൂപ നിങ്ങൾ മേടിച്ചല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ആ പണം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് എന്തുകൊണ്ട് നൌഫലിന് ചോദിക്കാൻ കഴിയാതെ പോയി? ആ പണം എവിടെ പോയി എന്ന് KPCCയുടെ പ്രസിഡന്റ് മാധ്യമങ്ങളെ വന്ന് പറയുന്നത് നമ്മൾ കേട്ടു. മാധ്യമങ്ങളിലൂടെ ഒരു പേപ്പറിൽ പേനോട് എഴുതിയ കുറച്ച് കണക്ക്, ആ കണക്ക് എന്തുകൊണ്ടാണ് ശരിക്കും പുറത്തുവിടാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ കഴിയുന്നില്ല? ഇതിനെക്കുറിച്ചൊന്നും നൌഫലിന് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഈ വീടിന്റെ താക്കോൽ കൈമാറുന്നതിന് മുമ്പ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാത്തൊരു വീടിന് ചോർച്ച വന്നപ്പം നൌഫലിന് അത് ചോദ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ, നൌഫലെ നിങ്ങളെ പേര് പറഞ്ഞ് പിരിച്ച പണം കൊണ്ട് ദുരന്ത ബാധിതർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടാനകളും വന്യമൃഗങ്ങളും വിലസുന്ന സ്ഥലത്ത് പോയിങ്ങാണ്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്. അതിലൊരു കല്ലിട്ട് പോന്നു, ഉദ്ഘാടന മാമാകം നടത്തി. ആ കല്ലിന്റെ മേലെ ഒരു കോൺക്രീറ്റ് ഒരു ചട്ടി വെക്കാൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആ സ്ഥലം പോയി കണ്ട ആളുകളാണ് ഞങ്ങളൊക്കെ. ലീഗ് കൊടുത്ത വീടിന്റെ വീടും ഞങ്ങൾ പോയി കണ്ട ആളുകളാ. സർക്കാർ നിർമ്മിച്ചു നൽകുന്നതും പോയി കണ്ട ആളുകളാ. കൃത്യമായി അത് ബോധ്യമുണ്ട്. ഈ നൌഫലടക്കം പട്ടയം വാങ്ങുന്ന സമയത്ത് ആ വേദിയിൽ സദസ്സിലുണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് നൌഫലെ സർക്കാരിന്റെ വീട് നൌഫലിന് വിശ്വാസമല്ല, അതുകൊണ്ട് എനിക്ക് സർക്കാരിന്റെ വീട് വേണ്ട, എനിക്ക് 15 ലക്ഷം മതി, ഞാൻ കോൺഗ്രസ് നൽകുന്ന വീട്ടിലേക്ക് കോൺഗ്രസ് തരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് താമസം മാറിക്കൊള്ളാം എന്ന് എന്തുകൊണ്ട് നൌഫലിന് പറയാൻ കഴിയാതെ പോയി? നൌഫൽ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. നൌഫൽ ഈ ടൗൺഷിപ്പിന്റെ പിന്നിട്ട വഴികളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാ. അതിൽ ഓരോ ദിവസവും രാജമിനിസ്റ്ററെ കാണാൻ പറ്റും. ഈ രാജമിനിസ്റ്റർ ദുരന്തം നടന്ന് ദിവസങ്ങൾക്കകം ഒരു അനുശോചന യോഗത്തില് പറയുന്നത് കേട്ടു, അല്ലേ? വൈകാരികമായി രാജമിനിസ്റ്റർ പറയുന്നത് കേട്ടു. ആ വൈകാരികമായി പറയുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ മന്ത്രിമാരാണെങ്കിലും ഞങ്ങൾക്കൊരു ഹൃദയമുണ്ട്, ഞങ്ങളും മനുഷ്യരാണ്, ഇത് ഞങ്ങളെ മനസ്സിലിങ്ങനെ തിങ്ങിക്കെട്ടി നിൽക്കുകയാണ്, ഇതൊരു ദിവസം ഞങ്ങൾക്ക് ഇത് പുറത്തേക്ക് കളയണം, മനസ്സിലിങ്ങനെ വെച്ച് നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നൊരു വൈകാരികമായ ഒരു പ്രസംഗം രാജമിനിസ്റ്റർ പറയുന്നത് നമ്മൾ കേട്ടു. ആ രാജമിനിസ്റ്ററിയാണ് നൌഫലെ താങ്കൾ കുറ്റപ്പെടുത്തിയത്. താങ്കൾ കുറ്റപ്പെടുത്തേണ്ട ആളുകളാണ് താങ്കൾ അപ്പുറം നിന്നുകൊണ്ട് ചിരിച്ചത്. നിങ്ങളുടെയൊക്കെ മരിച്ചുപോയ ആളുകളുടെ ചോര ഊറ്റിക്കുടിച്ച് ആ ആരോഗ്യം കൊണ്ട് ചിരിച്ച ആളുകളാണ് അപ്പുറം നിന്നത്.
അപ്പൊ നൗഫലൊന്ന് പിന്നിട്ട വഴികൾ, ടൗൺഷിപ്പിന്റെ പിന്നിട്ട വഴികളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് നൗഫലിനെ കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ അല്ല. നൗഫൽ ഒരു കാര്യം ചെയ്യണം, സർക്കാരിനോട് പ്രത്യേകം പറയണം, ഈ വീട് വേണ്ട, ഞങ്ങൾക്ക് 15 ലക്ഷം മതി, ഞങ്ങൾ കോൺഗ്രസ് നിർമ്മിക്കുന്ന വീട്ടിലേക്ക് പോകാം എന്ന് പറയാൻ നൗഫലിന് ധൈര്യമുണ്ടോ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത്.